ഹായ് ഓൾ, ഇതെന്താണ്? ഒരു A4 പേപ്പറാണ്. നമ്മൾ കോളേജുകളിലും ഓഫീസുകളിലും ബാങ്കുകളിലൊക്കെ യൂസ് ചെയ്യുന്ന A4 പേപ്പർ. എന്തുകൊണ്ടാണ് നമ്മളിതിനെ A4 പേപ്പർ എന്ന് വിളിക്കുന്നത്? അത് ഇതിൻ്റെ സൈസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പേരുകൾ കൊടുക്കുന്നത്. ഈ ഒരു A4 പേപ്പറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 210 മില്ലിമീറ്ററും ലെങ്ത് എന്ന് പറയുന്നത് 297 മില്ലിമീറ്ററും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ A4 പേപ്പറിൻ്റെ കൂടെ തന്നെ A3 പേപ്പർ, A5 പേപ്പർ എന്നൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇത് A4 പേപ്പർ ആണെങ്കിൽ ഞാനിതൊന്ന് മടക്കി നേരെ ഇതിൻ്റെ ആഫാക്കിയാൽ ഇതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് A5 പേപ്പർ എന്ന് പറയുന്നത്. A5 പേപ്പറിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ നോട്ടീസ് അടിക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതൊന്നും കൂടെ മടക്കി ഞാനിത് ആഫാക്കിയാൽ ഇതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് A6 പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഡൗട്ട് അടിക്കും, എന്താണ് A4ൻ്റെ കുറവ് A3 പേപ്പർ എന്ന് പറയുന്നത്? അപ്പോൾ അതാ ഇതൊരു A4 പേപ്പറാണ്. ഈ ഒരു A4 പേപ്പറിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു A4 പേപ്പറും കൂടെ വെക്കുന്നു അല്ലേ? രണ്ടും അടുപ്പിച്ച് വെച്ചാൽ എന്ത് ചെയ്തു, A4 പേപ്പറിൻ്റെ ഡബിൾ സൈസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് A3 പേപ്പർ എന്ന് പറയുന്നത്. ആ A3യുടെ ഡബിൾ സൈസ് ഉള്ളതാണ് A2 പേപ്പർ. അതിൻ്റെ ഡബിൾ സൈസ് വരുന്നതാണ് A1 പേപ്പർ. അതിൻ്റെ ഡബിൾ സൈസ് വരുന്നതാണ് A0 പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന A0 മുതൽ A6 വരെയുള്ള എല്ലാ പേപ്പറുകളും ആ വലിയ A0 പേപ്പറിൻ്റെ ഓരോ പാർട്ടായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി എല്ലാ പേപ്പറിനുള്ളൊരു കോമൺ പ്രോപ്പർട്ടി ഉണ്ട്. അതെന്താണ്? നിങ്ങൾ ഈ പറയുന്ന A0 മുതൽ A6 വരെയുള്ള ഏതൊരു പേപ്പർ എടുത്താലും അതിൻ്റെ ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ എന്ന് പറയുന്നത് √2:1 ആണ്. അപ്പോൾ നമ്മളുടെ എക്സാംസുകൾക്കൊക്കെ ഈ പേപ്പറുകളുടെ സൈസും അതുപോലെ ഈ സൈഡിൻ്റെ റേഷ്യോസൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ പേപ്പറുകളുടെ സൈസുകൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഒരു ജനറൽ നോളേജും കൂടെയാണ്.